हरिः ओम्। एवं दुर्लभ्यवस्तून्नपि सुलभतया हस्तलब्धे यदन्यत्तन्वा वाजा धिया वा भजति भदजनक्षुद्रदेव स्फुटेयम् एते तावद्वयं दुस्थिरतरमनसा विश्वपीडापहत्यै निःशेषात्मानमेनं ഗുരുഭവനപുരാധീശമേവാശ്രയാമ. ഈ ശ്ലോകത്തിന് അർത്ഥം പറയാൻ ശ്രമിക്കുകയാണ്. ഏവം ദുർലഭ്യവസ്തു, ഏവം ഇപ്രകാരം, ദുർലഭ്യവസ്തു ദുർലഭമായ ഒരു വസ്തുവാണ്. വസ്തു യാഥാത്മ്യം എന്ന് പറയുന്നത്, അതായത് ഭഗവാൻ എന്ന് പറഞ്ഞാൽ, ഗുരു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാക്ഷാത് പരബ്രഹ്മമൂർത്തി എന്ന് അർത്ഥം. ഏവം ദുർലഭ്യവസ്തുന്നപി, വസ്തു യാഥാത്മ്യം എന്നുള്ള ദുർലഭമായിട്ടാണ്. അത് ഗുരുപരമ്പരയായിട്ട് നമ്മൾ ആ പഴയ രീതിയിൽ അനുഷ്ഠിച്ച് വളരെയധികം കഷ്ടപ്പെട്ട് ശ്രുതിവാക്യങ്ങളിൽ നിന്ന് മനസ്സിലാക്കേണ്ടതാണ്. ഏവം ദുർലഭ്യവസ്തുന്നപി സുലഭതയാ ഹസ്ത, അത് സുലഭമായിട്ട് കയ്യിൽ കിട്ടാൻ. ഹസ്തലബ്ധേയ തന്വാ വാച, ശരീരത്തെ വെച്ചിട്ടും വാക്കുകൊണ്ടും ബുദ്ധി കൊണ്ടും. ധിയാ വാച ഏവം ദുർലഭ്യവസ്തുന്നപി സുലഭതയാ ഹസ്തലബ്ധേയ തന്വാ വാച ധിയാ വാ, തന് ശരീരം കൊണ്ടും നിത്യം പ്രയത്നം ചെയ്യണം. ശ്രവണം മന്നം നിധ്യാസനം വീണ്ടും വീണ്ടും ചെയ്യണം എന്നർത്ഥം. ശ്രുതിവാക്യങ്ങളെയാണ് ശ്രവണമന്നം ചെയ്യേണ്ടത്. ശ്രുതിവാക്യങ്ങൾ ശ്രവണമന്നം ചെയ്യുന്ന സമയത്താണ് വസ്തു യാഥാത്മ്യം എന്നുള്ളത് കിട്ടല്. ഏവം ദുർലഭ്യവസ്തുന്നപി സുലഭതയാ ഹസ്തലബ്ധേയ തന്വാ വാച ധിയാ വാ, അത് ത്രികരണ ശുദ്ധിയാണ്. വാക്ക് ശരീരം, ശരീരം വാക്ക് മനസ്സ്, ഇത് ശുദ്ധം ചെയ്യല്. അത് ശുദ്ധചിത്ത് എന്ന് പറയുന്നത്, ശുദ്ധചൈതന്യം എന്ന് പറയുന്നത്. ശുദ്ധചൈതന്യത്തിന് സ്വയം പ്രകാശമായ ജീവൻ നില തത്പദത്തിന് തൊമ്പതത്തിന് തത്പദം നില സിദ്ധിക്കുന്ന സമയത്ത്, അതായത് ത്വം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജീവൻ, തത് എന്ന് പറഞ്ഞാൽ ഈശ്വരൻ, ഈശ്വരനെയും ജീവനെയും വ്യാപ്തി കിട്ടുന്ന ആയ സമയത്ത് പറഞ്ഞാൽ എന്താണ് ശ്രവണമന്ന നിധ്യാസനത്തിലൂടെ വസ്തുയാഥാത്മ്യത്തിന് സാക്ഷാത്കരിക്കുന്നതായ സമയത്ത് എന്ന് പറഞ്ഞാൽ ഘടം കാണുന്നു, ഘടം അറിയുന്നു പറയുന്ന പോലെ സർവേശ്വരനെ അനാദ്യനന്ദമായ സച്ചിദാനന്ദ സ്വരൂപത്തെ അറിയുന്നു എന്നായ ഒരവസ്ഥ, അതായത് സാക്ഷാത്കാരം വരില്ലെന്ന് അർത്ഥം. ലബ്ധേതന്വാ വാചാധിയാ വാ ഭജതി, ഭജനം എന്ന് പറയുന്നത് ഭജതേ വദജനക്ഷുദ്ര ദേവ സ്ഫുടേയം, സ്ഫുടമായിട്ടാണ് സ്പഷ്ടമായിട്ടാണ് അർത്ഥം. ഭജിക്കുന്നവർക്ക്. ആര് ഭജിക്കണം? ത്രികരണശുദ്ധിയോടെ ഭജിക്കണം. ത്രികരണശുദ്ധിയോടെ എങ്ങനെ ഭജിക്കാൻ പറ്റും? ഏതാ ഭജിക്കേണ്ടത്? ശ്രുതിവാക്യങ്ങൾ. ശ്രുതിവാക്യങ്ങളിൽ പറയാത്തത് സ്മൃതിവാക്യങ്ങളിൽ നിന്ന് എടുത്തിട്ടും. അപ്പോൾ ശ്രുതിയിലും സ്മൃതിയിലും പറഞ്ഞു കഴിഞ്ഞാൽ അത് ശ്രുതി നിരപേക്ഷമായിട്ടുള്ളത്, ആശ്രയം അറ്റത്. സ്മൃതി എന്നുള്ളത് മന്വാദി, സ്മൃതി എന്ന് പറയുമ്പോൾ മന്വാദികളാൽ എഴുതപ്പെട്ടതെന്ന് പറയും. ശ്രുതി എന്ന് പറയുന്ന സമയത്ത് ഈശ്വരനാൽ എഴുതപ്പെട്ടത് ന്യായശാസ്ത്രത്തിൽ. അനാദിയായിട്ടുള്ളത് എന്നുള്ളത് വേദത്തിൽ നിന്ന് മനസ്സിലാക്കാം, ശ്രുതികളിൽ നിന്ന് മനസ്സിലാക്കാം. തന്വാ വാചാധിയാവാ ഭജതി ഭദജന ക്ഷുദ്രദേവ സ്ഫുടയം. ക്ഷുദ്രത എന്നുള്ളത് ജീവനെ സംബന്ധിച്ചിടത്തോളം ഭേദവ്യപദേശം എന്നുള്ളതുകൊണ്ട് ഭേദവ്യപദേശമായിട്ടുള്ള ജീവനും ഈശ്വരനും. ഈശ്വരനെയും ജീവനെയും ഭേദം പറയുന്നുണ്ടെങ്കിൽ ജീവന് അവിദ്യ എന്നുള്ളതുകൊണ്ട് ഭേദം, ജീവന് അവിദ്യ ഇല്ലാത്തതുകൊണ്ട് അഭേദം. അഭേദം എന്ന് പറയുന്ന സമയത്ത് സംസാരി ആയ ഒരു ജീവന് ശാസ്ത്രം എന്നുള്ളത് കൊണ്ടും ജീവനെ ആയിട്ട് വിധിച്ചിട്ടുള്ളതുകൊണ്ട് ശാസ്ത്രം അധികാരി ശാസ്ത്രത്തെ ഉപയോഗപ്പെടുത്തി ആ ശാസ്ത്രത്തിൽ നിന്ന് അഭിന്നമായിട്ടുള്ള ഇതരേതര വിശേഷഭൂതമായ പരമാത്മാവിനെ സാക്ഷാത്കരിക്കുക എന്നുള്ളത് ആ ത്രികരണ ശുദ്ധിയിലൂടെ ചെയ്യുന്നതുകൊണ്ട്, ധ്യാനത്തിലൂടെ സിദ്ധിക്കുന്നതുകൊണ്ട്, ശ്രവണ മനനത്തിന് ശേഷമുള്ള നിധ്യാസനം എന്നുള്ളതാണ് ധ്യാനം. മനസ്സേന്ദ്രിയാണ് ഏകാഗ്രമായിട്ട് നിൽക്കുന്നത് എന്ന് പറയുന്നത് അതാണ്. അങ്ങനെ ഏകാഗ്രമായിട്ട് നിൽക്കുന്ന സമയത്ത് നിർവിശേഷമായിട്ടുള്ള ബ്രഹ്മത്തെ ഉപാസനം ചെയ്യുന്നു. അതിൻ്റെ വിദ്യാഫലമായിട്ട് ഇവിടെ ബ്രഹ്മത്തെ അടയാൻ പറ്റുന്നതാണ് പ്രത്യേകത. ഇവിടെ ബ്രഹ്മത്തെ അടയുന്ന സമയത്ത് അപഞ്ചീകൃതം ഇത്, പഞ്ചീകൃതം ഇത്, ത്രിവൃത്കൃതം ഇത്, അത്രിവൃത്കൃതം ഇത് എന്നുള്ളതായ വസ്തു യാഥാത്മ്യത്തെ അറിയുക എന്നുള്ളതാണ് അതിലെ താല്പര്യം. ക്ഷുദ്രദേവ സ്ഫുടേയം, എല്ലാ സംസാരികൾക്കും സ്പഷ്ടമായിട്ട് പറ്റുന്നതാണ്. ഇത് ഗുരുപദേശം ഉണ്ടാക്കിയാൽ അടുത്തുള്ള ശാസ്ത്രം അറിയുന്നവരിൽ നിന്ന് ഈ ശാസ്ത്രത്തെ അതിൻ്റെ ആയ രീതിയിൽ പല വർഷങ്ങൾ കഷ്ടപ്പെട്ട് അറിയേണ്ടതാണ്. അത് ഭഗവാനിൽ നിന്ന് കിട്ടുന്നതാണ്. തന്നിൽ സാക്ഷാത്കരിക്കുന്നതിൽ നിന്നാണ് വരുന്നത്. തത്വമസി എന്നതിൽ നവകൃത്വ 9 പ്രാവശ്യം പറഞ്ഞു ഒരേ അർത്ഥത്തിലായതുകൊണ്ട് അങ്ങനെ അതിൻ്റെ അർത്ഥത്തെ മനസ്സിലാക്കുക എന്നർത്ഥം. ഏതേ താപദ്വയന്തു സ്ഥിരതര മനസാ, 2 സ്ഥിരമായ മനസ്സ്, ചരമായ മനസ്സ്. സംസാരി ദശയിൽ അത് ചരമായ മനസ്സാണ്.
ആ ചരമായ മനസ്സിനെ സ്ഥിരമാക്കാനാണ് ഏകാഗ്രത എന്നുള്ളത്. ആ ഏകാഗ്രത വരണമെങ്കിൽ ആദ്യം ശ്രുതിവാക്യങ്ങൾ കേൾക്കണം. ശ്രോതവ്യ ശ്രുതിവാക്യാപ്യ മന്ദവ്യശ്രൂപത്തി മത്വാദി ശ്രവണധ്യേയം, ശ്രവണം മനനം, അതിനുശേഷം അത് ദൃഢീകരണം. ആ ദൃഢീകരണത്തിനാണ് ധ്യാനം എന്ന് പറയുന്നത്. അപ്പോൾ ഏതേതാവദ്വയന്തോ രണ്ടുള്ളത്, സ്ഥിരമായ മനസ്സും ചരമായ മനസ്സും. സ്ഥിരതര മനസ്സാ വിശ്വപീഡാപഹത്യൈ, ലോകത്തിൻ്റെ പീഡ എന്നുള്ളത് നശിപ്പിക്കുക. ലോകം എന്ന് പറഞ്ഞാൽ സംസാരിയായിട്ടുള്ള ഈ ലോകം, സംസാരിയായെന്ന് പറഞ്ഞാൽ ഗൃഹസ്ഥാശ്രമികളായിട്ടുള്ള നമ്മൾ മാത്രം. അപ്പോൾ നമ്മളുടെ പീഡ, ഓരോ വീട്ടിലുള്ളവരുടേതായ കഷ്ടങ്ങൾ, അത് ഇല്ലാണ്ടാവണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് വിധത്തിലാണ്, സ്ഥിരമായ മനസ്സും ചലമായ മനസ്സും. സ്ഥിരമായ മനസ്സെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ആർക്കും ഇല്ല, സംസാരികളെ സംബന്ധിച്ചിടത്തോളം അതില്ല. അന്നേരം അതെങ്ങനെ സ്ഥിരമാക്കലേ? ഇപ്പോൾ എന്താണ്, ഒരു വീട്ടിലേക്ക് പോകണ്ടാന്ന് സ്ഥിരമായിട്ട് മനസ്സിലുണ്ട് വിചാരിക്കുന്നുണ്ട്. പക്ഷേ അതല്ല സ്ഥിരത എന്ന് ഉദ്ദേശിക്കുന്നത്. സ്ഥിരമായത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അചഞ്ചലമായത് പറഞ്ഞാൽ അക്ഷരബ്രഹ്മമാണ്. അക്ഷരബ്രഹ്മം അക്ഷരതീത്തി അക്ഷരം, അക്ഷര സർവാണി ഭൂതാനി കൂടസ്ഥോ അക്ഷര വെച്ചത്. അക്ഷരം സർവ്വഭൂതങ്ങളാണ്, കൂടസ്ഥന അക്ഷരം എന്ന് പറയുന്നത്. കൂടസ്ഥം എന്ന് പറയുന്നത് ഈ സാക്ഷി, മനസാക്ഷി എന്ന് പറഞ്ഞാൽ ബുദ്ധി എങ്ങനെയാണെന്ന് ആട് പോലെയെന്നോ മരം പോലെയെന്നോ പറയാൻ പറ്റില്ല, നമുക്കതിന് പരിമിതിയില്ല. അപ്പോൾ അപരിമിതമായ ഈ അചഞ്ചലമായ ഈ അക്ഷരബ്രഹ്മത്തിൽ നിന്നും കൊണ്ടാണ് ഈ കാറ്റ് ഈ ആകാശത്തിൽ വലത്തോട്ടും ഇടത്തോട്ടും ചുറ്റിപ്പിക്കുന്നതും നിർത്തിക്കുന്നതും അവിടെ നിൽക്കുന്നതും. അപ്പോൾ താവദ്വയന്ത സ്ഥിരതര മനസ്സാ, സ്ഥിരമായ മനസ്സ് നമുക്കുണ്ട് എന്ന് നമുക്ക് തോന്നും. ചലമായ മനസ്സാണ് നമുക്കുള്ളത്, ചഞ്ചലമായ മനസ്സാണുള്ളത്. ആ ചലമായ മനസ്സിനെ നമ്മൾ സ്ഥിരമാക്കണം എന്നുണ്ടെങ്കിൽ ശാസ്ത്രോക്ത രീതിയിൽ ശ്രവണ മനനനിധ്യാസനത്തിലൂടെ മാത്രമേ സാധിക്കുള്ളൂ. അതിന് ഒരുപാട് പരിശ്രമമുണ്ട്. നമ്മൾ എങ്ങനെയാണോ ഭക്ഷണം ഉണ്ടാക്കുന്നത്, ആ ഭക്ഷണം ഉണ്ടാക്കുന്ന സമയത്ത് നമുക്ക് അതിൻ്റെ ടേസ്റ്റ് മനസ്സിലാവുന്നുണ്ട്, അതിങ്ങനെ ഉണ്ടാവും തോന്നുന്നുണ്ട്, അത് കഴിക്കണമെന്നില്ല ആശ കൊണ്ട് നമ്മൾ കഷ്ടപ്പെടുന്നത് അറിയുന്നില്ല. പക്ഷെ അത് കഴിക്കുന്ന സമയത്ത് അതിൻ്റെ സുഖം അനുഭവിക്കുന്നു. അതുപോലെ ശ്രവണമന നിധ്യാസനം ചെയ്യുന്ന സമയത്ത് നമുക്ക് മനസ്സിലാക്കാം, ഈ ശ്രവണമന നിധ്യാസനത്തിന് ഇത്രയും ഫലമുണ്ട്, ഇത്രയും ബലമുണ്ട്, അത് ഇവിടെ കിട്ടുന്നത് തന്നെയാണെന്നുള്ളത്. അതുപോലെ തന്നെയാണ് സിദ്ധമായിട്ടുള്ള ഒരു സാധനത്തെ നമുക്ക് കിട്ടുള്ളൂ, കിട്ടുന്ന പദാർത്ഥത്തിനെ നമുക്ക് കിട്ടുള്ളൂ. ഇപ്പോൾ ഉള്ള സാധനത്തെ നമുക്ക് കിട്ടുന്നുള്ളൂ, ഇല്ലാത്തതൊന്നും കിട്ടുന്നില്ല എന്നുള്ളതാണ് സത്യം. ലോകാന്തരപ്രാപ്തി ഉണ്ടോ ഇല്ലയോ? ലോകാന്തരപ്രാപ്തി ഉണ്ട്, ശാസ്ത്രം പറയുന്നതുകൊണ്ട് അത് നമ്മൾ അംഗീകരിക്കുന്നു. എന്നാലും ഇവിടെ തന്നെ അനുഭവ വേദ്യമായിട്ടുള്ളതുകൊണ്ട്, നെല്ല് കുത്തി കഴിഞ്ഞാൽ അത് അരിയാന്നുള്ളതെന്ന് അറിയുന്നത് പോലെ ഇവിടെ തന്നെ നമുക്ക് ബുദ്ധിവേദ്യ ആയതുകൊണ്ട് ബുദ്ധിതത്വത്തിന് ഉള്ളിൽ ആന്തരികമായ തത്വങ്ങൾ പറയുന്നുണ്ട്. അപ്പം അവ്യക്തം, അവ്യക്ത മഹത് അവ്യക്ത പുരുഷാണ് പരമമായതെന്ന് പറയുന്നുണ്ട്. ആ പുരുഷനെ, ഉപനിഷത്ത് പുരുഷനെ അറിയാൻ വേണ്ടിയിട്ടാണ് ഈ സ്മൃതി വാക്യങ്ങളെ എന്താ പറയേണ്ടത്, മിക്സ്ചർ പോലെ കുഴച്ച് നമുക്ക് തന്നിട്ടുള്ളത്. ഏതേതാവദ്വയന്തു സ്ഥിരതര മനസ്സാ വിശ്വപീഡാപഹത്തെ, സ്ഥിരമായ മനസ്സ് നമുക്ക് ഏർപ്പെടുത്തുന്നതോടുകൂടെ ചലമായ മനസ്സ് നമുക്ക് പോകുന്നു. അതായത് ജീവനി സർവജ്ഞനാണെന്നുള്ള ഒരു അവസ്ഥ എത്തിച്ചേരുക എന്ന് പറഞ്ഞാൽ ശ്രവണമന്നാദികളിൽ നിന്ന് നമുക്കത് കിട്ടുന്നുണ്ട്. ശ്രവണമന്നാദി അണിമാ മഹിമ ഗിരിമാ ലഘുമാ പ്രാപ്തി പ്രാഗം നിശ്ചിത്വം എന്നുള്ളത് നമുക്ക് സിദ്ധിക്കുന്നുണ്ട്. അതേപോലെ എന്താണ്, കർമാദികൾ എന്നുള്ളത് ബഹിരംഗ സാധനമായിട്ട് വരും. കർമാദികളിലൂടെ നമ്മൾ പഠിക്കുക, പഠിപ്പിക്കുക എന്നതിൽ നിന്ന് ശ്രവണം, മനനം, പഠനം, പാഠനം, യജനം, യാചനം, ഗ്രഹണം, പ്രത്യർപ്പണം എന്ന് പറഞ്ഞാൽ പഠനപാഠനത്തിലാണ് പ്രാധാന്യം. ഈ പഠനപാഠനത്തിലൂടെ മാത്രമേ മനസ്സിനെ ചിത്തശുദ്ധി ചെയ്യാൻ പറ്റും, ത്രികരണശുദ്ധി ചെയ്യാൻ പറ്റും. ത്രികരണശുദ്ധിയോട് ചെയ്തതിൻ്റെ ഫലമാണ് നമുക്ക് അനുഭവവേദ്യമായിട്ട് പ്രത്യക്ഷ ലോകത്തിൽ കാണുന്നത് എന്നൊരു ജ്യോതിശാസ്ത്രത്തിൽ നിന്ന് സിദ്ധാണ്. അപ്പോൾ മറ്റുള്ളത് ലോകാന്തരപ്രാപ്തി. ഒരു കാര്യം ചെയ്ത് കഴിഞ്ഞാൽ ഒരേ സമയത്ത് തന്നെ ഫലം കിട്ടണമെന്നില്ല. ഒരു ചെടി വെച്ച് കഴിഞ്ഞാൽ നിഴൽ ആദ്യം കിട്ടും, അത് കഴിഞ്ഞാൽ പിന്നെ അതിന് പൂവും കായ്കളും ഫലങ്ങളും കിട്ടും. അതുപോലെ ഒരു ഉദ്ദേശത്തിൻ്റെ ലക്ഷ്യം എന്നുള്ളത് ആത്മവിദ്യ പഠിക്കുന്ന സമയത്ത് നമുക്കതിൻ്റെ ഫലങ്ങൾ കുറേയൊക്കെ നമുക്ക് അന്നേരം തന്നെ സാക്ഷാത്കാരമുണ്ട്. പക്ഷേ അതിൻ്റെ പൂർണ്ണത എന്നുള്ളത്, ഒരു മാവ് നട്ട് കഴിഞ്ഞാൽ അത് മാങ്ങ പിടിക്കുന്നവരെ അതിൻ്റെ ഫലം തുടങ്ങിയിട്ട. അതുപോലെ സാക്ഷാത്കാരം വരുന്നവരേക്കും സാക്ഷാത്കാരത്തിൻ്റെ സ്വരൂപങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ വിശ്വപീഡാവഹത്തെ, ലോകപീഡ നശിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഭട്ടതിരിപ്പാട് നാരായണീയം എഴുതിയിരിക്കുന്നത്. ലോകപീഡ എന്ന് പറഞ്ഞാൽ പലവിധ വ്യാധികളിൽ നിന്ന് മുക്തി കിട്ടാൻ വേണ്ടിയിട്ട്. അതായത് ഒരു നാരായണീയം ചൊല്ലുന്ന സമയത്ത് അതിൻ്റെ അർത്ഥങ്ങളും കൂടെ അറിഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം വളരെ പ്രയോജനമില്ലാണ്. എന്നുകൊണ്ട് മനസ്സിനെ ദൃഢം ചെയ്യാൻ പറ്റും, മനസ്സിനെ ഏകാഗ്രമാക്കാൻ പറ്റും. ഏകാഗ്രമാക്കാൻ പറ്റുന്നതായ വിദ്യാ സാധനമായി മാറും. അതായത് നിത്യനൈമിത്യ കർമ്മം നമുക്ക് വിദ്യക്ക് കാരണമാകുന്ന പോലെ ആത്മജ്ഞാനം എന്നുള്ളതിന് കാരണം ഗുരുപദേശമായതുകൊണ്ട് ഗുരുപദിഷ്ടമായിട്ടുള്ള നാരായണീയത്തിലുള്ള ശ്രുതിസ്മൃതി വാക്യങ്ങളുടെ വിവേചനമായതുകൊണ്ട് ശ്രുതിസ്മൃതി വാക്യങ്ങളെയാണ് വിവേചനം ചെയ്ത് ചഞ്ചലമായ മനസ്സിനെ സ്ഥിരമാക്കുന്നത്. അപ്പോൾ സ്ഥിരമാക്കുന്നതായ മനസ്സിലിരുന്ന് സ്ഥിരമായിട്ടുള്ള
നിത്യജ്ഞാനാനന്ദ സ്വരൂപമായിട്ടുള്ള സച്ചിദാനന്ദ സ്വരൂപമായിട്ടുള്ളതായ സത്യജ്ഞാനാനന്ദനായിരിക്കുന്നതായ പരമാത്മാവിനെ സാക്ഷാത്കരിക്കാൻ കാരണമാവുന്നതുകൊണ്ട് അതാണ് ഫലത്തിൻ്റെ വിശേഷം. സിദ്ധമായ പദാർത്ഥത്തിനെ അനുഭവവേദ്യമാക്കുന്നു, അതിന് സാക്ഷാത്കാരം എന്ന് പറയുന്നു എന്നുള്ളതാണ് സത്യം. അപ്പോൾ സത്യസത്യം എന്ന് പറയുന്നത് സത്യത്തിനെയും സത്യമായിട്ടുള്ള സത്യം, വ്യാവഹാരിക സത്യം, അതിനെയും സത്യമായിട്ടുള്ള പരമാർത്ഥ സത്യം എന്നർത്ഥം. സത്യസത്യം ബൃഹദാരണ്യത്തിലുള്ള വാക്യമാണ്, ഉപനിഷത്ത് വാക്യമാണത്. തന്വാ വാചാ ധിയാ വാ ഭജതി, ശരീരത്തിനാലും ഭജിക്കുന്നുണ്ട്. ഒരാളെ കണ്ടു ഞാൻ നമസ്കരിക്കുകയാണ്, അത് ശരീരം കൊണ്ടുള്ളത്. നമസ്തേ എന്ന് പറയുന്നത് വാക്കുകൊണ്ടുള്ളത്. മനസ്സുകൊണ്ട് ഒരാളെ കണ്ടു കഴിഞ്ഞാൽ മാനസികമായിട്ട് ചെയ്യുന്ന സമയത്ത് ഇത് രണ്ടും ഓട്ടോമാറ്റിക്കായി ശുദ്ധമാവും. മനസ്സുകൊണ്ട് വിചാരിച്ചു കഴിഞ്ഞാൽ അതിന് മനസ്സിന് പ്രാധാന്യം അധികമുണ്ട്. അതുകൊണ്ട് നമ്മളെ നാട്ടിൽ നമ്മൾ ദേവാലയത്തിലേക്ക് പോകുന്ന സമയത്ത് സ്മരിക്കുന്നതിന് പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. ആ സ്മരണത്തിനനുസരിച്ച് ആ പ്രവൃത്തി നമുക്ക് തോന്നുന്നത്. അപ്പോൾ ഏതേതാവദ്വയന്തു സ്ഥിരതര മനസാ വിശ്വപീഡാപഹത്യേ നിശേഷാത്മാനമേനം. വിശ്വപീഡ ഹനിക്കാൻ പറ്റുന്ന മനസ്സുകൊണ്ട് നമുക്ക് മനസ്സിനെ, അതായത് മനുഷ്യനെ കണ്ണുകൊണ്ട് കാണാൻ പറ്റുന്നത് ഒരു പരിമിതി, ശാസ്ത്രങ്ങൾ കൊണ്ട് കാണാൻ പറ്റുന്നത് ആ പരിമിതിയിലും മേലെയുള്ളത്. അപ്പോൾ ശാരീരിക മീമാംസ കൊണ്ട് കാണാൻ പറ്റുന്ന അതിൽ സാക്ഷാത്കാരം എന്ന് പറയുന്നത്, അതായത് ഭഗവത് ഐക്യം ഇവിടെ കിട്ടുമോ എവിടെ കിട്ടും എങ്ങനെ കിട്ടും എന്നുള്ളതിന് മനസ്സിലാക്കാൻ പറ്റുന്നില്ലതാണ് അവസ്ഥ. നിശേഷാത്മാനമേനം, ആത്മാവിൽ ശേഷമില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഖണ്ഡ ഏക ചൈതന്യം മനസ്സിലാക്കുന്നു. നിശേഷാത്മാനം, ആത്മാവിനെ ശേഷമില്ലാണ്ട് മനസ്സിലാക്കുക എന്ന് പറഞ്ഞാൽ താതാത്മ്യത്തെ, ആത്മതാതാത്മ്യത്തെ അറിയുക എന്നർത്ഥം. ആത്മതാതാത്മ്യം എന്ന് പറയുന്നത് സംയോഗം പോലൊരു സംബന്ധമല്ല, അത് വസ്തു യാഥാത്മ്യം എന്ന് പറയും. അതിനെ ആത്മാവ് യഥാതഥാഭാവ യാഥാത്മ്യം എന്ന് പറയും. എങ്ങനെയുണ്ടോ അത് അങ്ങനെയുണ്ട്. എങ്ങനെയുള്ളത്? അത് കാരണരൂപത്തിലുണ്ട്. കാരണരൂപം എങ്ങനെയാണ്? കാര്യരൂപത്തെ പരിണമിച്ചിട്ടുണ്ടോ ചോദിച്ചാൽ പരിണമിച്ചിട്ടില്ല. എന്നാൽ സംസാരിയായിട്ട് കാണുന്ന സമയത്ത് കാര്യമായിട്ട് നമുക്ക് തോന്നുന്നു. അപ്പോൾ കാര്യമായിട്ട് തോന്നുന്നത്, അതായത് ഈ പ്രപഞ്ചം അല്ല കാരണമായിട്ടുള്ളതാണ് വാസ്തവം മനസ്സിലാക്കുന്നത് അർത്ഥം. നിശേഷാത്മാനമേനം, ശേഷമറ്റ് കാണുക, കാര്യവും കാരണം രണ്ടും ഇതാണെന്ന് പറഞ്ഞാൽ മണ്ണ് കൊണ്ടുണ്ടായ പൊരുളുകൾ, മണ്ണിൻ്റെ വികാരങ്ങൾ, തങ്കം കൊണ്ടുണ്ടായ പൊരുളുകൾ, അതിൻ്റെ വികാരങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാല, വളയൽ, മോതിരം, കിരീടം എല്ലാം തങ്കത്തിനും കൊണ്ട് എന്തെല്ലാം ഉണ്ടാക്കിയോ അതെല്ലാം തങ്കാന്ന് മനസ്സിലാക്കുന്നത് പോലെ ഏകവിജ്ഞാനം സർവവിജ്ഞാനമാണ് ഇതിൻ്റെ സാരം. നിശേഷാത്മാനമേനം, ശേഷമറ്റ ആത്മാവിനെ സാക്ഷാത്കരിക്കലാണ് ജീവിത ലക്ഷ്യം. ഒരു ജീവൻ ആ ജീവിത ലക്ഷ്യത്തെ അടയുന്ന സമയത്ത് ചിത്തശുദ്ധി ഏർപ്പെടും, ത്രികരണശുദ്ധി ഏർപ്പെടും. ത്രികരണശുദ്ധി ഏർപ്പെടുന്നത് കൊണ്ടാണ് അവന് മോക്ഷം കിട്ടുന്നത്. ജനിച്ചതുകൊണ്ട് മരണം ഏത് സമയത്തും വരും. ആ മരണമല്ല മോക്ഷത്തിൻ്റെ കാരണം. നിശേഷാത്മാനമേനം ഗുരുപവനപുരാധീശമേ പശ്രയാമ. ഇവിടെ ഗുരുവായിരിക്കുന്നതായ ചൈതന്യം, ഗുരു പവനപുര, പവനൻ്റെ പുരം, ജാങ്കലം എന്ന് പറയും. ജാങ്കലം എന്ന് പറയുന്നത് ഈ പ്രപഞ്ചം പഞ്ചഭൂതങ്ങൾ കാണുന്നതായ ഈ ഭൂമിക്ക് മേലായിട്ടുള്ളതായ, അതായത് പ്രാണനും അപാരനും ശരീരത്തിനെ താങ്ങി നിർത്തുന്നത് പോലെ, എണിച്ച് നടക്കാൻ പറ്റുന്നത് പോലെ ഈ പ്രപഞ്ചത്തിൻ്റെ സഞ്ചാരത്തിന് കാരണമായിട്ട് ജാങ്കലം എന്നുള്ള ദേശത്തിലാണ് കാറ്റ് ശരിക്ക് വീശി ഓരോ ഗ്രഹങ്ങളെയും നിർത്തിയിരിക്കുന്നത്, കെട്ടിച്ച് ബന്ധിച്ച് അക്ഷരബ്രഹ്മത്തിൽ വെച്ചിട്ടുള്ളത്. ഗുരു എന്ന് പറയുന്ന ആ അക്ഷരബ്രഹ്മം പവനെന്നുള്ള കാറ്റുകൊണ്ട് ഈ ലോകത്തിലുള്ള എല്ലാ ജീവജാലങ്ങളെയും ബന്ധിച്ച് അതിൻ്റെ സ്വതന്ത്രമായിട്ട് അതിനെ വിട്ടിരിക്കുന്നു. അതിൻ്റെ ചിന്തനത്തിനനുസരിച്ചിട്ട് ചിന്തിക്കാനും അതിനനുസരിച്ചിട്ട് സാക്ഷാത്കാരം കിട്ടാനും മുക്തി കിട്ടാനും വേണ്ടിയിട്ടുള്ള അവസ്ഥയിൽ തന്നെ വിട്ടിരിക്കുന്ന ശാസ്ത്രം അധികാരമായിട്ട്. ശാസ്ത്രാധികാരം ഇല്ലാത്തതായ ജീവജാലങ്ങൾക്ക്, പ്രാണികൾക്ക് ആ കർമ്മഫലം തീർന്നതിന് ശേഷം ചരണശ്രുതി കൊണ്ട് ജന്മസിദ്ധിച്ച് ആ ജന്മത്തിലൂടെ ഗുരുപദേശം വാങ്ങി അവരും മുക്തരാകുന്നുള്ളതിൽ യാതൊരു സംശയമില്ല. അപ്പോൾ നിശേഷാത്മാനമേനം, ഗുരുവായിട്ടുള്ളായ പവനായിട്ടുള്ളായ, കാറ്റില്ലെങ്കിൽ ജീവനില്ല, ജീവനില്ലെങ്കിൽ നമുക്ക് സംസാരദശയില്ല. അപ്പോൾ ഗുരു എന്നുള്ളതായ അക്ഷരബ്രഹ്മത്തിലിരുന്ന് കാറ്റ് എന്നുള്ളതായ ലോകചൈതന്യമായത് ഗുരു പവനപുര, പവനെന്ന് കാറ്റിൻ്റെ ഉലകം, കാറ്റിലാണ് ഈ ലോകമുള്ളത്. അപ്പോൾ ആ ലോകം ഗുരു പവനപുരാധീശ, ഗുരുവിനാലും പവനാലും ആക്ഷിപ ചെയ്യപ്പെടുന്നതായ ആ അധീശ്വരനായ ഈശ്വരനായിട്ടുള്ളായ ഏവാശ്രയാമ, ഒരാളെ ആശ്രയിക്കേണ്ടത്, ആ നിർഗുണബ്രഹ്മത്തിനാണ് ആശ്രയിക്കേണ്ടത്. അപ്പോൾ ഗുരുഭവനപുരാധീശ, രൈക്കിന് സ്ഥലം കൊടുത്തുകൊണ്ട് രൈക്കപർണം എന്ന് ഗ്രാമത്തിന് പേര് വന്നു.
ഗുരുഭവന ഗുരുവാകുന്ന പുരമായിരിക്കുന്ന ഈശ്വരനെ ആശ്രയിക്കണമെന്ന് ഗുരുവായൂർ എന്ന് പറയുന്നു. അപ്പോൾ ഗുരുവായൂർ ആശ്രയിച്ചു എന്ന് പറഞ്ഞാൽ ഗുരുവായൂർ എന്നില്ല, ഗുരുവും വായുവുമായിരിക്കുന്നതായ സാക്ഷാത് നിർഗുണ ബ്രഹ്മത്തെ ആശ്രയിക്കുന്നു എന്ന് പറയുന്ന സമയത്ത് കാണുന്നു എന്ന് പറയുന്നു. ദൃഷ്ടഫലകത്വം എന്ന് പറയുന്നുണ്ട്. ദൃഷ്ടഫലമായതുകൊണ്ട് അത് കാണുന്നു. എന്ത് കാണുന്നു? ശാസ്ത്രദൃഷ്ടിയാണ് കാണുന്നു. എന്ത് കാണുന്നു? സച്ചിദാനന്ദ സ്വരൂപമായ സത് ചിത് ആനന്ദം എന്നുള്ളതായ സ്വരൂപലക്ഷണമായത് കാണുന്നു. സ്വരൂപലക്ഷണം എന്തുകൊണ്ട് കാണുന്നു? ബുദ്ധിക്കും മേലായിട്ടുള്ള പരമതത്വത്തെ, നിർവിശേഷത്തെ ബുദ്ധിയും ആത്മാ മനസ്സിൽ തല്ലയായ അത് ലയിക്കുന്നു അർത്ഥം. ഇന്ദ്രിയങ്ങൾ അതിൻ്റെ വൃത്തികളെല്ലാം മനസ്സിൽ ലയിക്കുന്നു. മനസ്സ് അത് ബുദ്ധിതത്വം അവ്യക്തത്വം മഹത്വത്വം പരംപുരുഷനിൽ ലയിക്കുന്നു എന്നുള്ളത്. അതിന് വേറെ കടവാക്യങ്ങളുണ്ട്. അപ്പോൾ നിശേഷാത്മാനമേനം ഗുരുഭവനപുരാധീശമേപാശ്രയമ, ഗുരുവായിരിക്കുന്ന പുരമായിരിക്കുന്ന ഈശ്വരനെ ആശ്രയിക്കുന്നു പറയുന്നു. അതായത് താൻ തന്നെ ആശ്രയിക്കുന്നു പറഞ്ഞാൽ തൊന്നിരിക്കുന്ന ജീവചൈതന്യത്തെ, അതായത് സ്വപ്നത്തിൽ കാണുന്നതായ ആ ചൈതന്യത്തെ, അതെന്താണ്? അത് ജീവനിലെ ചൈതന്യ സ്വരൂപമാണെന്ന് സന്ധ്യാചരണത്തിൽ പറഞ്ഞിട്ടുള്ളതായ ആ ചൈതന്യത്തെ ആശ്രയിക്കുന്നു. അത് തന്നെയുള്ളതാണ്. അഹം ബ്രഹ്മാസ്മി തത്വമസി എന്നും പല പ്രാവശ്യം പറഞ്ഞിട്ടുള്ളതായ തത്വം തന്നെയാണ്. അതിനെ ബുദ്ധിപൂർവമായിട്ട് ഗുരുപദേശ രീതിയിൽ ശ്രവണമന നിധ്യാസനത്തിലൂടെ അറിയുന്നു. അങ്ങനെ ഗുരുഭവനപുരാധീശമേവാശ്രയമാണ്. ഗുരുവും പവനും പുരവുമായിരിക്കുന്നതായ ആ പുരാധീശ്വരനെ, സർവ്വ ജഗത്തിൻ്റെയും അധീശ്വരനായിരിക്കുന്ന തേജോദാഹ്യഹ എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു ചൈതന്യത്തെ ആശ്രയിക്കുന്നു. ഏവാശ്രയാമ, വേറെ ആരെ ആശ്രയിക്കുന്നില്ല. വേറെ ആരെ ആശ്രയിച്ചുകൊണ്ട് ആ അദ്വൈത തത്വം മനസ്സിലാവില്ല എന്നുള്ളതാണ് എൻ്റെ തത്വം. അപ്പോൾ സിദ്ധമായിരുന്ന ആ ജീവൻ പരമാത്മാവാണെന്ന് അറിയുന്നതാണ് ആ സാക്ഷാത്കാരം. അത് അഹം ബ്രഹ്മാസ്മി എന്നുള്ളതാണ് നമ്മുടെ താല്പര്യം പറഞ്ഞിട്ടുള്ളത്. പൂർവാശ്യം ശ്ലോകം പറഞ്ഞേക്കാം. ഏവം ദുർലഭ്യവസ്തുന്ന വിസുലഭതയാസ്തലബ്ധേയതന്യത്വന്വാഭാജാധിയാഭാവജന ക്ഷുദ്രദേവസ്ഫുടേയം ഏതേ താവദ്വയന്തു സ്ഥിരധർമ്മനസാ വിഷപീഡാഭത്തേ നിശേഷാത്മാനമേനം ഗുരുഭവനപുരാധീശമേവാശ്രയാമ. സത്വം യത്തത് പരാഭ്യാം അവരികലനതോ നിർമ്മലം തേന താവത് ഭൂതേ ഭൂതേന്ദ്രിയസ്തേ ബഹുരിതി ബഹുശ്രൂയതേ വ്യാസവാക്യം തസ്വച്ഛത്വാദ്യദാച്ഛാദ്യപര സുഖചിദ്ഗർഭനിർഭാസ്വരൂപം തസ്മിൻ ധന്യാരമന്ദേ ശ്രുതിമതിമധുരേ സുഗ്രഹേ വിഗ്രഹേതേ. സത്വം യത്തത് പരാഭ്യാം, ഇത് സത്വമാണ്. സദാവർത്തമാനം സത്വം എന്നുള്ളതിന് വ്യവഹാരത്തിൽ കാണുന്ന ജീവജാലങ്ങളെ സത്ത് എന്ന് വ്യവഹരിക്കുന്നുണ്ട്. സദാവർത്തമാനമായിട്ടുള്ളതായ കാരണരൂപനെയും സത്ത് എന്ന് പറയും. സത്വം യത്തത് പരാഭ്യാം, തത് പരമായിട്ടുള്ളത്. പരം അപരന്ന് ഋഗ്വേദ ശിക്ഷാകൽപ്പ വ്യാകരണ നിരുക്തച്ഛന്തോ ജ്യോതിഷം അഥ എന്നുള്ളത് അതെല്ലാം അപരവിദ്യയായിട്ടും പരമായിട്ട് അദ്രേശമഗ്രാഹ്യാഗോത്രാഭരണാചക്ഷോത്രം തഥപാണിവാനിത്യം സർവസൂക്ഷ്മ ഭൂതയോനി പുരുവശന്തിരാഹ പറയുന്നതായ പരമാത്മാവിനെ, നിർവിശേഷ പരമാത്മാവിനെയും പരാപരം എന്നുള്ളത് ഓങ്കാരമാണ്. അപ്പോൾ തത് സത്വം യത്തത് പരാഭ്യാം, പരം അപരം എന്നുള്ളതിനാൽ രണ്ടുകൊണ്ട്, ആഭ്യാം പരാഭ്യാം എന്ന് പറയുന്നത് പരം അപരം എന്നുള്ള രണ്ടുകൊണ്ട്. അവരികലനതോ, പരികലനം ചെയ്യാൻ പറ്റില്ല. അതായത് എന്താ പറയണ്ടത്, തേങ്ങ എന്ന് പറഞ്ഞാൽ ചകരിൻ്റെ ഉള്ളിലുണ്ട്, അത് ഉടച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിൽ വെള്ളമുണ്ട്, അത് എന്നാ പാല് കിട്ടും, തേങ്ങേൻ്റെ പാലാണത് എന്നെല്ലാം പറയാമെന്ന് പറയുന്ന പോലെ അത് പറയാൻ പറ്റുന്നതല്ല. സത്വം യത്തത് പരാഭ്യാം അപരികലനതോ, എന്നാൽ പരികലനം ചെയ്യാൻ പറ്റില്ല എന്നർത്ഥം. മിക്സർ പറഞ്ഞാൽ ഇന്ന ചേർത്ത് ഇന്ന തരത്തിലുള്ള മിക്സർ എന്ന് പറയാൻ അതുപോലെ പറയാൻ പറ്റുന്നതല്ല ആദ്യന്തരഹിതമായതുകൊണ്ട്. സത്വം യത്തത് പരാഭ്യാം അപരികലനതോ നിർമ്മലം തേനതാവത്, മലരഹിതാണ്. നിർമ്മലം തേനതാവത്, ആ അവിദ്യ എന്നുള്ളത് അനാദിയാണ് എന്ന് പറയുന്ന പോലെ. ചിത്തം എന്നുള്ളത് ശുദ്ധ ചൈതന്യം എന്നുള്ളത് അനാദിയാണ്. അങ്ങനെ ശാസ്ത്രത്തിൽ അങ്ങനെ പറയുന്നത്. കലനതോ നിർമ്മലം തേനതാവത്, മലരഹിതാണ്. താവത് മലരഹിതം, എത്ര മല ശൂന്യമാണോ അത്രയും ശുദ്ധമാണ് അർത്ഥം സത്ത് എന്ന് പറയുന്നത്. സത്ത് കാരണരൂപം എന്നർത്ഥം. അപ്പോൾ വ്യവഹാരത്തിൽ മലസഹിതമാണ്. വ്യവഹാരത്തിൽ വ്യവഹരിക്കുന്നതായ ആടുന്നോ മാടുന്നോ ഞാനോ നീനോ വ്യവഹരിക്കുന്നുണ്ടെങ്കിൽ അതെല്ലാം എന്നാണ് സത്ത് എന്ന് വ്യവഹാരം നിരക്ക് മലസഹിതമാണ്. പക്ഷേ ഇവിടെ മലശൂന്യാന്ന് പറയുന്നത് കാരണപരമാത്മാവയാണ് പറയുന്നത്. നിർമ്മലം തേനതാവത് ഭൂതേന്ദ്രിയസ്തേ, ഭൂതങ്ങളാൽ ഉണ്ടാവുന്നു. ഈ പഞ്ചഭൂതങ്ങളാൽ ത്രിവിക്രണത്തിനാലും പഞ്ചീകരണങ്ങളാലും ഉണ്ടാകുന്ന ഭൂതങ്ങൾ ഉണ്ടാകുന്നതിന് മുമ്പേ ഇന്ദ്രിയങ്ങൾ ഉണ്ടാവുന്നു.
അനാദിയാന്ന് പറയുന്ന ഹിരണ്യഗർഭൻ്റെ ഇന്ദ്രിയങ്ങളെയാണെന്നത് പറയുന്നത്. ഇവിടെ പഞ്ചഭൂതങ്ങളാൽ ഉണ്ടാവുന്നതായ ഇന്ദ്രിയങ്ങൾ ഉണ്ടാവുന്നു. ഇന്ദ്രിയങ്ങൾ പ്രകൃതത്വം തന്നെയാണ് വേദാന്ത ശാസ്ത്രത്തിൽ പറയുന്നത്. ഭൂതേ ഭൂതേന്ദ്രിയസ്തേ ബഹുരിതി ബഹുശഃ. ഭൂതങ്ങളും ഭൂതേന്ദ്രിയങ്ങളാൽ ഉണ്ടാകുന്ന ആ ശരീരം എന്ന് പറയുന്നത് അതായത് ഭഗവാന്റെ കാരണരൂപന്റെ കാര്യരൂപമായി പ്രപഞ്ചത്തിനെന്ന് പറയുന്നത്. ഭൂതേ ഭൂതേന്ദ്രിയസ്തേ ബഹുരിതി ബഹുശഃ ശ്രൂയതേ. വ്യാസവാക്യം വ്യാസൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് വാക്യങ്ങൾ തൻ്റെ ബ്രഹ്മസൂത്രത്തിലൂടെ. ബഭുഹു എന്നുള്ളതിനെ കൊണ്ട് ഏതാണ് ശരീരം ഉദ്ദേശിക്കുന്നത്? കാര്യത്തെയാണ് ഉദ്ദേശിക്കുന്നത്. കാര്യമായിരിക്കുന്ന പ്രപഞ്ചത്തെയാണ്, കാരണത്തെയല്ല. കാരണത്തിൽ ശരീരമില്ല, അത് കേവല സച്ചിദാനന്ദ സ്വരൂപമാണെന്ന് പറയുന്നുണ്ട്. ശ്രൂയതേ വ്യാസവാക്യം സ്വച്ഛത്വാത്. എന്തുകൊണ്ട് വ്യാസവാക്യം പറഞ്ഞാൽ സ്വച്ഛമായതുകൊണ്ട്, ശുദ്ധമായതുകൊണ്ട്. സ്വച്ഛത്വാത് യഥാച്ഛാദിതപര, അത് മൂടപ്പെട്ടിരിക്കുന്നു. പരസുഖചിത്, സുഖത്തിനാൽ മൂടപ്പെട്ടിരിക്കുന്നു. സുഖചിത് ചൈതന്യത്തിനാൽ മൂടപ്പെട്ടിരിക്കുന്നു. സുഖമായിരിക്കുന്ന ആ ചൈതന്യത്തിൽ അതാണ് മുക്തി എന്ന് പറയുന്നത്. മുക്തി എന്നുള്ളത് ഏതിനെ കൊണ്ട്? അവിദ്യ എന്നുള്ളതുകൊണ്ട് മൂടിയിരിക്കുന്നു അർത്ഥം. അത് പ്രപഞ്ചത്തിൽ അത് ആ അവിദ്യയെ മൂടിയതിൽ നിന്ന് ഇത് അവിദ്യയാണെന്ന് അറിയുന്നതാണ് ഒരു തരത്തിലുള്ള സാക്ഷാത്കാരം. സ്വച്ഛത്വാദ്യതാച്ഛാദിത പരസുഖചിത് ഗർഭനിർഭാസ്വരൂപം. ഗർഭം ഉണ്ടാകുന്ന അർത്ഥം, അതിൻ്റെ ഉള്ളിലുള്ളത് അർത്ഥം. അന്തര്യാമി എന്നർത്ഥം. പൃഥ്വിയാന്തരവേദി പൃഥ്വീന വേദ. പൃഥ്വിയിലുള്ളേക്കുന്ന ആ പൃഥ്വിക്കാരനെ അറിയില്ല. പൃഥ്വി അന്തരവേദി പൃഥ്വീനവേദി പൃഥ്വീശ്വര പൃഥ്വി അന്തരവേദി ഏഷതാത്മാന്തര്യാമെന്നതായാലും അർണമറ്റതാന്ന് പറഞ്ഞേ നിയമം ചെയ്യുന്നതായ പൃഥ്വി അന്തരീക്ഷം എല്ലാത്തിനും ഇങ്ങനെ പറയുന്നുണ്ട്. ബൃഹദനൊക്കെ വാക്യങ്ങളുണ്ട്. ഇപ്പം സ്വച്ഛത്വാദ്യതാച്ഛാദിത പരസുഖചേത് ഗർഭനിർഭാസ്വരൂപം ആണ് അന്തര്യാമേര്. അത് രേതസ് എന്ന് പറയുന്നത് ഇന്ദ്രിയങ്ങളുടെ സാരാണ്. അത് മനസ്സുകൊണ്ട് ചൈതന്യ സാക്ഷാത്കാരം കൊണ്ട് ഹൃദയത്തിൽ നിന്ന് അത് ഉത്പത്തിയാകുകയില്ല. അപ്പോൾ ഗർഭനിർഭാസ്വരൂപം, സ്വരൂപമായിട്ടുള്ളതെന്ന് പറഞ്ഞാൽ സഗുണമായിട്ടുള്ളതെന്ന് പറഞ്ഞാൽ അത് ഈ പ്രപഞ്ചമാണ്. അത് ഭഗവാന്റെ പുരാണ്, ശരീരമാണ്, ഗുരുഭവന പുരമാണ്. അതായത് നമ്മൾ ആരെയാണ് ഗൗരവമായിട്ട് കാണണം, ഏതിലും ഭഗവാന്റെ ചൈതന്യമുണ്ട്. അതുകൊണ്ട് ക്ഷേത്രം എന്ന് പറഞ്ഞാൽ അത് ക്ഷേത്രജ്ഞനില്ലാണ്ടില്ല. ആ ക്ഷേത്രജ്ഞൻ ആരാണ്? ഇപ്പോൾ ഭഗവാൻ തന്നെയാണ്. അഭേദ താതാത്മ്യമാണ് അതിൽ നിന്നെല്ലാം സിദ്ധിക്കുന്നത് അർത്ഥം. സുഖചിത് ഗർഭനിർഭാസ്വരൂപം തസ്മിൻ ധന്യാരമന്തേ. ആ ഗർഭനിർഭാസ്വരൂപമായിട്ട് മുക്തരൂപമായിട്ട് ധന്യന്മാർ ഗമിക്കുന്നു. ധന്യന്മാർ കേവലം ആനന്ദമായിട്ട്, നമ്മൾ ഉറങ്ങുന്നത് സുഖമാണെന്ന് അറിയുന്നുണ്ടെങ്കിൽ അത് കേവലം മനുഷ്യസുഖം വളരെ വളരെ കുറവായിട്ടുള്ള സുഖമാണ്. അതിനൊക്കെ എത്രയോ മടങ്ങുകളാണ് ബ്രഹ്മസുഖം. അത് ഹിരണ്യഗർഭൻ്റെ സുഖം. ദേവതകളുടെ സുഖത്തെ ഇവിടെ ഹിരണ്യഗർഭനുടെ സുഖം. അപ്പോൾ ഹിരണ്യഗർഭൻ അനുഭവിക്കുന്ന സുഖം ഒരു വേദവിത്തൻ്റെ ആയ സുഖമെന്ന് പറയുന്നത്. വേദത്തെ അറിഞ്ഞിട്ടില്ലവൻ്റെ സുഖം. അപ്പോൾ തസ്മിൻ ധന്യാരംഭം, മുക്തനായിട്ട് രമിക്കുക എന്ന് പറഞ്ഞാൽ അനേക ശരീരം ഉണ്ടോ എന്ന് ചോദിച്ചാൽ ശരീരമില്ല. പക്ഷെ ശരീരം എടുക്കാൻ പറ്റും. ദേവതകൾക്കും ഋഷികൾക്കും എങ്ങനെ ശരീരം എടുക്കാൻ പറ്റുമോ അതുപോലെ ഭഗവാനി നിമിഷം കൊണ്ട് എന്തും ചെയ്യാൻ പറ്റും. പക്ഷേ ഭഗവാനിൽ ലയിച്ചവർ പിന്നീട് ഒന്നും ചെയ്യുന്നില്ല. അർച്ചരാതി ഗതിയിലുള്ളവർ ശരീരങ്ങളുടെ അടുത്ത് ഭോഗത്തെ അനുഭവിക്കുന്നുണ്ടെന്നായിട്ട് ദേഹരാതി വിദ്യകളിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റും. തസ്മിൻ ധന്യാരമന്തേ ശ്രുതി മതി. ശ്രുതിനാൽ വേദം കൊണ്ട്, മതി ബുദ്ധി കൊണ്ട്. മധുരേ, ശ്രുതി മധുരമാണ്, മതിയും മധുരമാണ്. ശ്രുതിയെ മനസ്സിലാക്കുന്നതായ മതി വളരെയധികം മധുരമായിരിക്കും. ശാസ്ത്രത്തിൻ്റെ ആയ ഒരു പാതയാണത്. അത് വളരെ ആനന്ദമായിട്ടുള്ളതാണ്. ശ്രുതി മതി മധുരേ സുഗ്രഹേ വിഗ്രഹേതേ. നന്നായിട്ട് ഗ്രഹിക്കാൻ പറ്റുന്നത്, വിഗ്രഹമായിട്ട് ഗ്രഹിക്കാൻ പറ്റുന്നത് എന്ന് പറഞ്ഞാൽ വിശേഷണ ഗ്രഹിക്കാൻ പറ്റുന്നത്, വിശേഷണ വസ്തു യാഥാത്മ്യത്തെ ഗ്രഹിക്കാൻ പറ്റുന്നു. ധാരാളം നിർഗുണ പരമാത്മ തത്വത്തെ പറയുന്നു. സുഗ്രഹമായിട്ട് സാധാരണ മനുഷ്യർക്ക് ഗ്രഹിക്കാൻ പറ്റുന്ന ഗുരുവായൂർ പുരത്തിലുള്ളായ ലിംഗം എന്ന് പറഞ്ഞാൽ കാരണരൂപനായ ഭഗവാൻ അർത്ഥം. അപ്പോൾ ശാസ്ത്രം എന്നുള്ളത് കാരണം, ശാസ്ത്രകാരണമായിട്ട് പറഞ്ഞാൽ അവിടെ തന്ത്രശാസ്ത്ര രീതിയിൽ, ആഗമ രീതിയിലുള്ള തന്ത്രത്തിൽ പറഞ്ഞ ശാസ്ത്ര രീതിയിലുള്ള വേദപാരായണാദികളും അതേപോലെ എന്താണ് പുണ്യാഹാദികളും അവിടെ ചൊല്ലിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ആ ശാസ്ത്ര ഉപാധിയിലൂടെയാണ് ആ ഭഗവാനെ കാണുന്നത് അർത്ഥം. ഒരു ബിന്ദു എന്ന് പറഞ്ഞാൽ, ഒരു ബീജാക്ഷരം എന്ന് പറഞ്ഞാൽ ഓ എന്ന് പറയാണ്ട് ആ ശാസ്ത്രം ഇല്ലാതെ ഏതൊരു പൂജകളും അവിടെ നടക്കുന്നില്ല. അപ്പോൾ പൂജാദികൾ കർമാദികൾ നടക്കുന്ന സമയത്ത് അത് കാരണമായിട്ട് അതെന്ത് ചെയ്യുന്നു? മുക്തിക്ക് കാരണമാണ്. വിദ്യ ആധിക്യത്തിന് കാരണമാണ്. വിദ്യ ആധിക്യം സന്യാസാദി ആശ്രമത്തിലേക്ക് പോകാനുള്ള കാരണമാണ്. സന്യാസാദി ആശ്രമം ഇല്ലെങ്കിലും മുക്തി എന്നുള്ളത് ഉണ്ട്, ഗൃഹസ്ഥനുണ്ട് എന്നുള്ളത് യാതൊരു സംശയമില്ല. ഭട്ടതിരിപ്പാട് പോലെയുള്ളവരും ഗൃഹസ്ഥാശ്രമത്തിൽ തന്നെയാണ് അവരെ മുക്തി അടഞ്ഞിട്ടുള്ളത്. നിറയെ ഗൃഹസ്ഥാശ്രമികളും മുക്തി എന്നുള്ളത് കരതലാമലകീകരിച്ചിട്ടുണ്ട്. അതിൽ യാതൊരു സംശയമില്ല.
അപ്പോൾ അതിനെയാണ് ബുദ്ധി പ്രാധാന്യമായിട്ടാണ് പറയുന്നത്. ഓരോ ആൾക്കാർക്കും സാക്ഷാത്കരിക്കാനുള്ള മാർഗങ്ങളാണത്. അതിന് ശ്രുതി തന്നെയാണ് പ്രധാനം, അത് യാതൊരു സംശയമില്ല. തസ്മിൻ ധന്യാരമന്ദേ ശ്രുതിമതി മധുരേ സുഗ്രഹേ വിഗ്രഹേതേ. നല്ല ഗ്രഹിക്കേണ്ടതാണ്. വിഗ്രഹസ്വരൂപമാണിത്, വിശേഷണ ഗ്രഹിക്കേണ്ട സ്വരൂപം എന്ന് പറഞ്ഞാൽ വിഗ്രഹസ്വരൂപമായിട്ടുള്ള ഗുരുവായൂരിലെ ഭഗവാനെ സ്തുതിക്കുക എന്നുള്ളത് സ്തുതിയെ കൊണ്ട് പലർക്കും അവിടെ വന്നതുകൊണ്ട് ശ്രേയസ് ഏർപ്പെട്ടിട്ടുണ്ട്. അതുപോലെ ആ ആത്മസാക്ഷാത്കാരം ഉണ്ടായിക്കഴിഞ്ഞാൽ അവർ ഇനിയൊരു സുഖത്തെ കിട്ടേണ്ടതില്ല, എന്നുള്ള സുഖത്തെ അടയും എന്നാണ് ഭട്ടതിരിപ്പാട് ഭഗവാനെ പറ്റി പറയുന്നത്. ഇനി മേൽക്കൊണ്ട് പിന്നീട് പറയാം. ഹരിഹി ഓം.